ഈ ഒരു വീഡിയോ നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ഒക്കെ ഈ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്താണ്. അപ്പൊ ഞാൻ ഈ എന്റെ ടെക് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ പേഴ്സൺസ് ഉണ്ട്. ഷസാമ, മിസ്റ്റർ പെർഫെക്റ്റ്, ശരത് നിയോട്, ഗാഡ്ജറ്റ്സ് വൺ മലയാളം, ഹരീഷ് ടെക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെയൊക്കെ വീഡിയോസ് മുന്നേ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇവരെ വീഡിയോസിൽ കമന്റ് ഇടും. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു, മീൻസ് കമന്റ് ആയിട്ടിടും. അല്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യും. എന്റെ റീൽസിൽ ഞാൻ ഷെയർ ചെയ്യും, റീഷെയർ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു അണ്ടർ വാട്ടർ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വെള്ളത്തിനടി പോകണ്ട, ഡയറക്റ്റ് ഒരു സെൽഫി എടുത്തിട്ട് മൂപ്പര് പറയുന്ന ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടുന്നതാണ്. അപ്പം ഇതിന്റെ അടിയിൽ പുള്ളി ഇതേ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമന്റ്. അപ്പം അതിന്റെ അടിയിൽ ഫസ്റ്റ് വന്ന കമന്റ് ഇത് എങ്ങനെ കോപ്പി ചെയ്യുന്നു കൂടെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ആണ്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഓക്കെ, ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് യൂസ് ഉള്ളൂ. അവരെന്തായാലും എന്ത് ചെയ്യണം, അപ്പൊ നമ്മളൊരു ഇമേജ് സെൽഫി എടുത്തിട്ട് അതേപോലെ തന്നെ പ്രോംപ്റ്റും കൊടുത്തിട്ട് നേരെ പോയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത ടൂളിൽ പോയിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം, ഇമേജും കൊടുക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ആ ടൂളിലേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഇവിടെ ഈ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ടൂളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കിട്ടും. ആ ടെക്സ്റ്റും ഇമേജും കൊടുത്ത് ഡയറക്റ്റ് അവിടെ നിന്ന് പരിപാടി തരും. അപ്പൊ അതിന് പകരം നമുക്ക് വേറെ പല മെത്തേഡ്സും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ ടെക്സ്റ്റ് ആക്കും, അവിടുന്ന് ഇമേജ് കൊടുത്താൽ മതി തന്നെ. അപ്പത്തേക്ക് ഇതാ ചില അറിവാളികളൊക്കെ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇതൊന്നും വേണ്ട, ഇത് ഏത് കാലത്തുള്ള സാധനമാണ്, ഇവിടെ സർക്കിൾ ടു സെർച്ച് ഉണ്ട്, പിന്നെ iOS വേണ്ടിയിട്ടാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനം. എന്തൊരു ടെക്കിനെ പറ്റി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും അറിയാത്ത ആൾക്കാർക്കും ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പൂതിണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് ഇത് അറിയില്ല, അതെങ്ങനെ ചെയ്യാൻ കമന്റ് ഇടുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് അതിന്റെ വീഡിയോന്റെ അടിയിൽ പറ്റി കമന്റ് ചെയ്യുക. അല്ലാതെ ഞാനൊരു ഐഡിയ പറഞ്ഞോടുക്കും അതിന്റെ അടിക്കും അത് ഇങ്ങനെയല്ല, അത് അങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് ഐഡിയാസ് ഒക്കെ ഉണ്ട്, എനിക്ക് ഇതേപോലത്തെ ഒരു ചാനലിലൂടെ നിങ്ങളെ തോട്ട്സ് എനിക്ക് ഷെയർ ചെയ്യും. അല്ലാതെ ഒരാൾ ഒരു ഐഡിയ പറയുമ്പോൾ അതെങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് ഒപ്പോസ് ചെയ്യുന്ന മറ്റേ തന്ത വൈബ് സാധനങ്ങളും ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ റിയാക്ഷൻ വീഡിയോസ് കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇവിടെ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ വെച്ച് സർക്കിൾ ടു സെർച്ച് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിന്റെ പ്രിവ്യൂ സ്ക്രീനിൽ വന്നിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ഷൻ വരും. ഈ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സംഭവം എളുപ്പമാക്കണം. ടൂൾ എന്തായാലും ഉപയോഗിക്കും. നിങ്ങൾ ഇമേജ് കൊടുക്കുന്നത് അവിടെയാണ്. ഇപ്പൊ ടെക്സ്റ്റ് കൊടുക്കുന്നതിന് എടുത്താൽ അവിടെ തന്നെ ഇമേജ് എടുത്താൽ പോരെ എന്നുള്ളതാണ് എനിക്ക് പോയി തോന്നുന്നു. ഈ ഒരു പുള്ളി പറയുന്ന പോലെ ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര ആക്യുറേറ്റ് ആ റിസൾട്ട് വരുന്നത് നോക്കാം. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ ആദ്യം ഈ പറയുന്ന പോലെ സർക്കിൾ ടു സെർച്ച് കൊടുത്ത് നോക്കുക, പ്രോംപ്റ്റ് കൊടുത്ത് നോക്കുക, ഇമേജ് ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുക. ഏതിലാണ് ഭയങ്കര ആക്യുറേറ്റ് വരുന്നത് എന്നിട്ട് താഴെ കമന്റ് ഈ ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നതായിരിക്കും.